വല്ല സംശയമുണ്ടോ? സംശയം ഉണ്ടായിരുന്നു, അത് തീർന്നപ്പോഴാണ് പോന്നത്. അയാൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നാ മതി, എനിക്ക് എന്റെ കാര്യമൊന്നുമില്ല. എന്താടി പറഞ്ഞത്? അയാളോ? പിന്നെന്താണോ വിളിക്കേണ്ടത്? അയാളൊരു മഹാരാജാവോ? എടി നന്ദി കെട്ടവളെ, അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ നിന്റെ നാളെ എങ്ങനെ പൊങ്ങി? എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എന്ത് പറ്റി നിങ്ങൾക്ക് അറിയാമോ? അതിൽ ആ മുഴുവൻ അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഉണ്ണീട്ടിന് എന്താ സംഭവിച്ചതെന്ന് ഈ ലോകത്തിൽ ആർക്കും അറിയില്ല. പക്ഷെ നിങ്ങളുടെ ഭർത്താവിനറിയാം, ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാം. അധികം നാൾ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്കാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പുറത്തു കൊണ്ടുവരും. നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയല്ല, ചാലഞ്ച്. ഇറ്റ്സ് എ ചാലഞ്ച്. എന്റെ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെതിരാണ് വെല്ലുവിളി. എന്ത് ചതിക്കുന്നു? ഒന്നും അറിയില്ല, പാവം. അഭിനയം മനോഹരമായിരിക്കുന്നു. അഭിനയിക്കുന്ന നീയാണ്, എനിക്ക് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനാണ് അനുഭവിച്ചത്, എന്റെ കുടുംബവും. നീ എന്ത് അനുഭവിച്ചെന്നാ പറയുന്നത്? ഇനി എന്ത് അനുഭവിക്കാൻ? സ്വന്തം സഹോദരിയുടെ കെട്ടുകാലിൽ പൊട്ടിച്ചുകൊണ്ടുള്ള ഒരു വിദേശയാത്ര. എടി, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചിട്ട് കൊറലക്കുറ്റിയാൻ പൊട്ടിക്കും. പേടിപ്പിക്കരുത് ശ്രീമതി. ശരി, അച്ഛനും അമ്മയില്ലാത്ത നിന്നെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി നിനക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തിനെ കല്യാണം കഴിപ്പിച്ചെന്ന നിന്റെ ചേട്ടനെ കുറിച്ചാണ് നീ പറയുന്നത്? ചേട്ടനോ? വെളുക്കുന്നവരെ സ്വർണം കൊടുത്ത് ഉറക്കി വെളുക്കാറായപ്പോ ചിരിച്ചുകൊണ്ട് കഴുത്തി കത്തിവെച്ച് ദ്രോഹിയെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഒരു അക്ഷരം നീ സംസാരിച്ചാൽ ഒന്നല്ല 100 പ്രാവശ്യം പറയും. നിങ്ങൾക്ക് അയാൾക്ക് എന്നെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല. നിന്റെ ഭർത്താവിനെ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്? എന്ത് ചെയ്തെന്നു? അയാൾക്ക് വേണമെങ്കിൽ എന്റെ ഭർത്താവ് എന്റെ പേര് വാങ്ങിയിട്ടുള്ള എസ്റ്റേറ്റ് മുഴുവൻ ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു. എനിക്ക് എന്റെ ഉണ്ണിയുടെ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. രാജി, ഉണ്ണിയേട്ടന് എന്ത് സംഭവിച്ചെന്നാ പറയുന്നത്? എന്ത് സംഭവിച്ചെന്നോ? നിഷ്കളങ്കനായ ആ മനുഷ്യനെ ചതിച്ചു കൊല്ലാൻ ഹൃദയമുള്ളവർത്തിന് കഴിയോ? രാജേട്ടൻ എന്ത് രാജേട്ടൻ ചതിച്ചെന്നോ? എന്തിന്? ഇല്ല, ഒരിക്കലുമില്ല. ഈശ്വരനെ മറന്ന് സംസാരിക്കരുത് രാജി, പ്ലീസ്. ഈശ്വരൻ പോലും പൊട്ടിക്കറിഞ്ഞ് ക്രൂരമായ ചതിയുടെ ചരിത്രമാണ് നിങ്ങളുടെ ഭർത്താവെ ദ്രോഹിക്കുള്ളത്. എന്റെ നെറ്റിയിൽ കുങ്കുമമാണ് അയാൾ മായ്ച്ചത്. എന്റെ കഴുത്തിലെ താടിയാണ് അയാൾ പൊട്ടിച്ചെറിഞ്ഞത്. ഇതിൽ കൂടുതൽ നീ സംസാരിക്കരുത്. ഇതുവരെ ഞാൻ സഹിച്ചത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ്. മിസ്സസ് നിർമ്മല രാജേരൻ, ഞാൻ പഠിച്ച നിയമത്തിന് അർത്ഥമുണ്ടെങ്കിൽ, ഞാൻ ചൊരിഞ്ഞ കണ്ണുനീരിന് വിലയുണ്ടെങ്കിൽ, എന്റെ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിന്റെ കഴുത്തിൽ കൊലക്കയറിയിട്ടില്ലെങ്കിൽ എന്റെ പേര് അഡ്വക്കേറ്റ് രാജു ഉണ്ണികൃഷ്ണൻ എന്നല്ല. എന്താടി നീ പറഞ്ഞത്? നീ പഠിച്ച അതേ നിയമം തന്നെയാണടി ഞാനും പഠിച്ചത്. നീ ചൊരിഞ്ഞ അതേ കണ്ണുനീര് തന്നെയാണടി നിന്റെ ഭർത്താവിന് വേണ്ടി ഞാനും ചൊരിഞ്ഞത്. നിരപരാധിയായ എന്റെ ഭർത്താവിന്റെ കഴുത്തിൽ നീ ഇടുന്ന കൊലക്കയർ കൊടുത്തു പൊട്ടിച്ച് നിന്റെ മുഖത്ത് കാക്കിട്ട് തുപ്പിയിട്ടേ ഈ അഡ്വക്കേറ്റ് നിർമ്മല രാജശേഖരൻ പോകൂ. നിൽക്കൂ. ഭർത്താവിന് വേണ്ടി ശുപാർശയ്ക്ക് വന്നതായിരിക്കും. അല്ല. പിന്നെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കാൻ വന്നതോ? വിൽ യു പ്ലീസ് സ്റ്റോപ്പ്? എടീ, എന്റെ മകനെ ചതിച്ചുവന്നതിനെതിരെ എന്റെ തറവാടിന്റെ തറക്കല്ല് വരെ വിറ്റ് ഞാൻ കേസ് പറയും. അവൻ കൊലക്കയറിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുന്നത് കണ്ട് എനിക്ക് പൊട്ടിച്ചിരിക്കണം. മിസ്റ്റർ ഉണ്ണിത്താൻ, അച്ഛന്ന് മാത്രമേ നിങ്ങളെ ഞാൻ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. അതേ നാ കൊണ്ട് മറിച്ച് വിളിപ്പിക്കരുത്. പണം, നിങ്ങൾക്കോ നിങ്ങളുടെ പണത്തിനോ എന്റെ ഭർത്താവിന്റെ രോഗത്തിൽ സ്പർശിക്കാൻ കഴിയില്ല. ബി കെയർഫുൾ. ചേച്ചി, ഇത് ലോഡ് സാറിന് വാറണ്ട. ഇതെവിടുന്ന് കിട്ടി? ബെഞ്ച് ക്ലാർക്ക് സീൽ വയ്ക്കാൻ തന്ന ഞാൻ അറിയാതെ ഒരു കോപ്പി എടുപ്പിച്ചു. രാജി, രാജി, രാജിയുടെ രാജി ചേച്ചി വീട്ടിലേക്ക് പോയി. എപ്പോ? 2 ദിവസമായി. നിമ്മി, എന്ത് വാറണ്ടോ? എന്ത് ഉണ്ണിയെ എന്താണ് ഇത്? എന്തോ കുഴപ്പമുണ്ടല്ലോ. അവളായിരിക്കില്ല. ഞാനിപ്പോ
നിൽക്കണം. ചേട്ടനോട് പോന്നു. ഞാൻ രാജയെ കണ്ടുവരാം. നിൽക്കണം. ചേട്ടൻ ഇനി ആ വീട്ടിൽ പോകരുത്. എന്താ കാരണം? കാരണം തൽക്കാലം ചേട്ടൻ അറിയണ്ട. അതെന്താ? അവളിപ്പോ റിട്ടയർഡ് ഐജി ഉണ്ണിത്താന്റെ മരുമകളാ. അവൾക്ക് ഇങ്ങനെ ഒരു ചേട്ടനില്ല അത്രേ. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഭ്രാന്ത് എനിക്കല്ല, അവൾക്കാ. നിമ്മേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് എന്റെ പെങ്ങൾ അനാവശ്യം പറയരുത്. അവൾ പറഞ്ഞ അനാവശ്യം കേട്ടതേ ഞാനാ. തലേ കയറ്റി വെച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ. അവൾ എന്ത് പറഞ്ഞെന്നാ നീ പറയുന്നേ? അവൾ പറഞ്ഞതോ ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത വർഗം. നിമ്മേ, അവൾ എന്റെ പെങ്ങളാണ്. പെങ്ങൾ? അവൾ നിങ്ങളുടെ പെങ്ങളല്ല, പിശാചാണ്. നീ ഇന്നലെ വന്നവളാണ്ടേ എന്റെ പെങ്ങളെ കുറിച്ച് അച്ഛനെ സംസാരിച്ചു പോരും. അച്ഛ, ഇവർക്ക് എന്ത് പറ്റി അച്ഛ? ആർക്ക്? അച്ഛ, എനിക്കൊന്നും അറിയില്ല. എല്ലാ കള്ളന്മാരും ആദ്യം നിഷേധിക്കും. അതിൽ വലിയ കാര്യമില്ല. പിന്നെ എന്താണാവോ വന്നത്? ഞാൻ അച്ഛനെ ഒന്ന് കാണാനാ വന്നത്. ഏതു വകയിൽ? അച്ഛൻ എന്തായി പറയുന്നത്? എന്റെ മകന്റെ ചിത കണ്ടതിന് ശേഷവും നിനക്ക് ഈ വീട്ടിൽ വരാൻ തോന്നിയല്ലോടാ. അച്ഛാ, നിർത്തടാ. ഈ വീടും നീയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇനി അച്ഛനമ്മ എന്ന് പറഞ്ഞ് ഈ കോമ്പൗണ്ടിൽ കയറരുത്. കടന്നു പോണം. എനിക്കെന്റെ പെങ്ങളെ ഒന്ന് കാണണം. പെങ്ങളോ? ഓ, അവളും കൂടെ ബാക്കിയുണ്ടല്ലോ. അതും കൂടി അവസാനിപ്പിച്ചാൽ എല്ലാം കൂടി ഒന്നായി വിഴുങ്ങാം. അച്ഛനെ കൂടുതൽ സംസാരിക്കരുത്. സംസാരിച്ചാൽ രാജി, എന്താ മോളെ ഇതൊക്കെ? മോളോ? എന്നെ മോളെ വിളിക്കാൻ നിങ്ങൾ എന്റെ ആരാ? നീ എന്തായി പറയുന്നത്? നമുക്ക് വീട്ടിലേക്ക് പോ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. ആഹാ, വിശ്വ സഹോദര സഹോദരി സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. എന്നാണ് ആ ഫോറിൻ ട്രിപ്പ്? രാജി, നീ എവിടെയാണ് സംസാരിക്കുന്നത്? ഞാൻ തന്നെ യാത്ര അയക്കാൻ എയർപോർട്ടിൽ പോകുമ്പോ അണിയിക്കാൻ ഒരു മാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്റെ കാലത്ത് മുമ്പ് കിടന്നിരുന്ന ഒരല്പം പൊട്ടിയിട്ടുണ്ട്. വിരോധമില്ലല്ലോ. നിനക്ക് എന്ത് പറ്റി കുട്ടി? സ്വന്തം രക്തത്തിന്റെ കെട്ടുകാലി പൊട്ടിച്ചു വേണം അല്ലേ തനിക്ക് ഡിഗ്രി എടുക്കാൻ? നിർത്താനോ? തുടങ്ങിയിട്ടേ രാജി, ഞാൻ പറയുന്നു ശ്രദ്ധിച്ചു കേൾക്ക്. എനിക്കൊന്നും അറിയില്ല. ഓഹോ, ഭാര്യ പറഞ്ഞയച്ചതായിരിക്കും ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ അഭിനയിച്ചു നോക്കാൻ. ഒരു കാര്യം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മേലിൽ എന്നെ അന്വേഷിച്ച് നിങ്ങൾ ഇവിടെ വരരുത്. എന്നെ സംബന്ധിച്ച് എന്റെ സഹോദരൻ എന്നെ മരിച്ചു കഴിഞ്ഞു. പക്ഷേ എന്റെ ഭർത്താവ് ചതിച്ചു കൊണ്ടവൻ ഒരിക്കലും എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ല. പറഞ്ഞത് തല്ലാനും തഴുകാനും എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. അവളെന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാം. ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? ഞാനില്ലേ? അവളാരാ? അവള് പോട്ടെ, നമുക്കെന്താ? അവൾ ജഡ്ജൊന്നും അല്ലല്ലോ. നമുക്ക് നാളെ ജാമ്യത്തിൽ ഇറങ്ങാം. കോടതി വരട്ടെ. അവളെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. സാരമില്ല, അവക്ക് മാത്രമുള്ള ഒരു ഭർത്താവ്. എന്റെ മുഖത്ത് നോക്കി അവൾക്ക്
നിനക്ക് എന്ത് പറ്റി റിമി? യെസ്, പ്രൊസീഡ്. എന്താ നിങ്ങളുടെ പേര്? രാജൻ. പ്രൊഫഷൻ? ഞാൻ ഡോക്ടറാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഈ നിൽക്കുന്ന പ്രതിയും വാദിയും ആരാണെന്നും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നും എല്ലാവർക്കും ബഹുമാനപ്പെട്ട കോടതിക്കും അറിയാം. ആ നിലയ്ക്ക് അനാവശ്യമായി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കരുത്. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. താങ്ക് യു യുവർ ഓണർ. അച്ഛൻ ഇല്ല, എവിടെ പോയി? മരിച്ചുപോയി. ഐ എം സോറി. അമ്മയോ? അമ്മയും മരിച്ചുപോയി. എപ്പോൾ? എന്റെ സഹോദരി പ്രസവിച്ച ആ നിമിഷം. ഓഹോ, എത്ര സഹോദരന്മാരുണ്ട്? യുവർ ഓണർ, ഇതെന്റെ കക്ഷിയെ മനഃപൂർവ്വം പരിഹസിക്കുകയാണ്. പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ മിസ്സസ് നിർമ്മല. ലെറ്റ് ഹർ ടോക്ക്. എത്ര സഹോദരന്മാരുണ്ട്? സഹോദരന്മാരില്ല. ഓഹോ, സഹോദരിമാരോ? ഒരാളുണ്ട്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ നിൽക്കുന്ന ഡോക്ടർ രാജന് തന്റെ രക്തബന്ധമായി ഒരേ ഒരു സഹോദരി മാത്രമേ ഉള്ളൂ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചത്. അല്ലാതെ എന്റെ മാന്യ സുഹൃത്ത് പറഞ്ഞതുപോലെ പരിഹസിച്ചതല്ല. യുവർ ഓണർ, what has come for the kind consideration of this honorable court. Today is a small story of relation. It man to man, woman to woman and blood to blood. അതെ, സ്വന്തം സഹോദരനായി വഞ്ചിക്കപ്പെട്ട ഒരു സഹോദരിയുടെ കഥ. സ്വന്തം ഭർത്താവ് നിഷ്കരണം ചതിച്ചു കൊല്ലപ്പെട്ടതോടെ വിധവയായ ഒരു ഭാര്യയുടെ കഥ. കുടുംബ ബന്ധങ്ങളുടെ നറുമണം മാറാത്ത ഒരു കെട്ടുകാലിയുടെ കഥ. കഴിഞ്ഞ ജൂൺ 16-ാം തീയതി കൃത്യം 11:30 മണിക്ക് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മരിച്ചു എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. ദിസ് ഹാസ് ബീൻ ഫോർഡ് ബൈ എക്സിബിറ്റ് പി 13 സർട്ടിഫിക്കറ്റ്. ശരിയാണ്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മരിച്ചു. ബട്ട് ദ ക്രൂഷ്യൽ ക്വസ്റ്റൻ ഈസ് ഹൗ ഹി മെറ്റ് വിത്ത് ദ ഡെത്ത്. എങ്ങനെയാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മരിച്ചത്? കാറിന്റെ ബ്രേക്ക് പൊട്ടിയതോ അതോ പൊട്ടിച്ചതോ? സ്വന്തം സഹോദരിയെ സ്വർണ്ണക്കട്ടിൽ ഉറക്കുമെന്ന മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് അഭിനയിച്ച് സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ ക്രൂരമായി ചതിച്ചു കൊന്ന് കൊലയാളിയായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഡോക്ടർ രാജൻ. ഐ ഒബ്ജക്ട് യുവർ ഓണർ. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പ്രതിയാണ്, കൊലയാളിയല്ല. ഈസ് ഓൺലി ആൻ അക്യൂസ്ഡ്. കൊലയാളിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട നീതിപീഠമാണ്. അതിനു മുൻപ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ വിളിച്ചു പറയാൻ എന്റെ മാന്യ സുഹൃത്തിനെ അനുവദിക്കരുത്. Why do you want to be so technical? It's only a casual statement. You can proceed. Thank you, Your Honor. Yes, I repeat the same word. കൊലയാളി. ഈ നിൽക്കുന്ന ഡോക്ടർ രാജൻ കൊലയാളിയാണ് എന്നതിനുള്ള എല്ലാ തെളിവുകളും സംഭരിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ ഞാൻ ഈ കോടതിയുടെ മുന്നിൽ നിൽക്കുന്നത്. ഐ എം സോറി റെസ്പെക്ടഡ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. കൊലയാളി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അല്ല, ബഹുമാനപ്പെട്ട കോടതിയാണ്. ഓ, താങ്ക് യു ഫോർ യുവർ അഡ്വൈസ്. യുവർ ഓണർ, നീതിശാസ്ത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്രൂരമായ ഒരു കൊലപാതകമാണ് ഈ കാർ ബ്രേക്കിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. വളരെ വിദഗ്ധമായ രീതിയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ നഗ്നമായ രൂപം. ഇവിടെ 2 കൊലപാതകങ്ങളാണ് ഡോക്ടർ രാജൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ബാല്യം മുതൽ ഒന്നിച്ച് പഠിച്ച് കളിച്ചു വളർന്ന ആത്മസുഹൃത്തിന്. 2, സ്വന്തം സഹോദരി സുമംഗലിയാക്കിയ എന്റെ ഭർത്താവിന്. ഐ എം സോറി, സഹോദരി ഭർത്താവിന്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് അറിയണ്ടേ? കേവലം ഒരു വിദേശയാത്ര. ആഫ്റ്റർ ഓൾ എ ഫോറിൻ ഡിഗ്രി. The cheapest motive that has ever been heard in the history of judiciary. No, you are mistaken. The cheapest reason that has ever been heard in the history of judiciary. ഒരു കൊലപാതകത്തിന് ഇത്രയ്ക്ക് ദുർബലമായ ഒരു കാരണം ഇല്ല. ഒരാൾ വിചാരിച്ചാൽ മണിക്കൂറുകൾ കൊണ്ട് ഏത് വിദേശത്തും പറന്നെത്താൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ കേവലം ഒരു വിദേശ പര്യടനത്തിന് വേണ്ടി സ്വന്തം സഹോദരിയുടെ കെട്ടുകാലി പൊട്ടിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസനീയമായ ഒരു കാരണമേ അല്ല. The reasoning of the special prosecutor is silly, artificial and unbelievable.